പക്ഷെ ഈ കേസുകൾ ഈ CPM ഭരിക്കുന്ന ഗവൺമെന്റ് 5 പ്രാവശ്യം ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിച്ചു. ഈ 5 ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് ഞാൻ അവസാനം ഹൈക്കോടതി പോയി ഇനി മേലാൽ എന്നെ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകരുതെന്ന് പറഞ്ഞ് ഓർഡർ വാങ്ങി. ആ കേസില്ല, അങ്ങനെ ഒരു കേസില്ല. ഒരു ഇല്ലാത്ത കേസിന് വേണ്ടി ശരിക്കും അത് പാർട്ടിക്ക് 1 രൂപയുടെ നഷ്ടമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയല്ല. എന്നിട്ടും എനിക്കെതിരെ നടപടിയെടുത്തു. ഓക്കെ, ഈ നടപടി എടുത്തിട്ട് ഇപ്പോൾ 10 വർഷമായി. ഈ നാളിതുവരെ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ, ഇല്ലെങ്കിൽ പാർട്ടിയിൽ വേണോ? ഇപ്പൊ ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. ഇപ്പോ BJPയുടെ സംസ്ഥാന സമിതിയുടെ വലിപ്പമൊക്കെ അറിയാലോ. അപ്പോ സംസ്ഥാന സമിതിയിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ എന്നിട്ട് നമ്മളെ പാർട്ടിയിൽ വേണമെന്ന് ഒരു നഗരസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ ബന്ധപ്പെട്ട ആളുകളോട് പറഞ്ഞിരുന്നു. കരമന ജയൻ ജില്ലാ പ്രസിഡന്റാണ് അദ്ദേഹം. പുള്ളിയും ഞാനും ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരേ കാലഘട്ടത്തിൽ BJP പ്രവർത്തനത്തിൽ വന്നവരാണ്. ഞാൻ ജയനോട് നിരവധി തവണ സംസാരിച്ചു. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് സമയത്ത് സംസാരിച്ചു. ഇപ്പൊ ശരിയാക്കും എന്ന് പറയുന്നതല്ലാതെ അത് കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞാൻ വിചാരിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വിളിച്ചിട്ട് ഏതെങ്കിലും ഒരു വാർഡിന്റെ ചുമതലയെങ്കിലും തരുമെന്ന് വിചാരിച്ചു. അപ്പം കാരണം ഈ ഞാൻ നേമം മണ്ഡലം വഴി പോയ സമയത്ത് നേമത്ത് പ്രവർത്തിക്കുന്ന പലരും നമ്മുടെ മറ്റു ജില്ലകളിൽ നിന്ന് വന്ന ആളുകളുണ്ട് ധാരാളം. ഇവിടെ തന്നെ കഴിവുള്ള നിരവധി ആളുകളുണ്ട്. ഇവിടെ ഉള്ളവരെ തന്നെ ഇവിടെ ഞാൻ മാത്രമല്ല കേട്ടോ, അല്ലല്ല ഇവിടെ മാത്രമല്ല, കേരളം ഒട്ടാകെ ഉണ്ട്. ഇപ്പോ KP ശ്രീശൻ ഈ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഏതാണ്ട് 15 അപ്പോ 15 വർഷമായി അദ്ദേഹത്തെ പുറത്താക്കിയിട്ട് ഏതാണ്ട് ഒരു ജീവപര്യന്തം കഴിഞ്ഞ കാലഘട്ടം. അതെ, അദ്ദേഹത്തെ അതുപോലുള്ള ആൾക്കാർ. അദ്ദേഹം പിന്നെ പത്മജയുമായിട്ട് സംസാരിച്ചാണ് അദ്ദേഹം പിന്നെ മാറിയത്. അതെ ശ്രീല, ഏതാണ്ട് ഞാൻ പറഞ്ഞുതരാം. ഓരോ വാർഡിലും തിരുവനന്തപുരം നഗരത്തിലെ വേണമെങ്കിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയുടെ വേണമെങ്കിൽ മാറ്റി നിർത്തപ്പെട്ട, ഇല്ലെങ്കിൽ അവരൊന്നും മാറ്റി നിർത്തപ്പെട്ടവരല്ല, കാലാകാലങ്ങളിൽ വരുന്ന നേതൃത്വമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വരുന്ന നേതൃത്വത്തിന് അവരോടുണ്ടെങ്കിൽ അവരെ സൈഡാക്കി അങ്ങ് വിടുക. അങ്ങനെയുള്ള നിരവധി ആളുകൾ ഇവിടെ തന്നെ കഴിവുറ്റ നിരവധി ആളുകൾ തിരുവനന്തപുരത്ത്. ഞാനൊരു 100 പേരുടെ ലിസ്റ്റ് എൻ്റെ അടുത്തുണ്ട്. ഞാൻ ആ 100 പേരുടെ ലിസ്റ്റ് വേണമെങ്കിൽ പറയാം. പക്ഷെ അവര് വേറൊരു പാർട്ടിക്കും പ്രവർത്തിക്കാൻ പോയിട്ടില്ല, വേറൊരു സംഘടനയുടെ ഭാഗമല്ല. അവരിപ്പോഴും പറയുന്നത് എന്താ, ഞങ്ങൾ ഇനി മരണം വരെ BJP. അതെന്താ പ്രശ്നം വെച്ചാൽ അതാണ് കേരളത്തിലെ BJP പ്രവർത്തകർക്ക് ആ സംഘടനയോടുള്ള താല്പര്യം, അല്ലെങ്കിൽ ഒരുപക്ഷെ അവരുടെ ആ ആത്മാർത്ഥത മുതലെടുക്കുകയാണ് പല നേതാക്കന്മാരും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ഇവരെ ആരെ അടുപ്പിക്കരുത്. വരുന്ന ആൾക്കാർ അവരുടെ കുറെ നോമിനികളെയും കൊണ്ടുവന്ന് ആര് ഭരണത്തിലെത്തുന്നോ അവരുടെ നോമിനികളല്ലാതെ ഒരാളെ കഴിവുള്ളവരെ നോക്കി നിങ്ങൾ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചിട്ടുള്ളത് ഇന്ന് വരെ എനിക്ക് അറിയില്ല. അങ്ങനെ ഇപ്പൊ എനിക്ക് തോന്നുന്നു പിന്നെയും രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ ശ്രീലേഖയെ പോലുള്ള ചിലരെ ഒരുപക്ഷെ അവരുടെ പദവി കണ്ടിട്ടോ മറ്റോ ആകും അവരെ പോലുള്ള ചിലരെയൊക്കെ വിളിച്ചിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ സംഘടനയുമായി ബന്ധമുള്ള, സംഘടനയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, സംഘടനയെക്കുറിച്ച് അറിയാവുന്ന, കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരെ എന്തെങ്കിലും ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞു മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. അതെനിക്ക് അനുഭവമുണ്ട്. എൻ്റെ അനുഭവം ഞാൻ പിന്നീട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം, തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ശേഷം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ തയ്യാറാണെങ്കിൽ പറയാൻ ബന്ധപ്പെട്ട അധികാരികളോട്, അത് RSSന്റെ ചുമതലപ്പെട്ടവരാകട്ടെ, ആരോട് വേണോ പറയാം. നിരവധി, അതായത് തിരുവനന്തപുരം നഗരത്തിന്റെ മറ്റൊരു മണ്ഡലം വട്ടിയൂർക്കാവ് പരാമർശിച്ചുണ്ടാകും. വട്ടിയൂർക്കാവില് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട നമ്മളെ BJPയുടെ കൗൺസിലറുള്ള ഒരു വാർഡിൽ ഒരു പ്രാവശ്യം പോലും വോട്ട് ചോദിക്കാൻ പോയിട്ടില്ല. BJPയുടെ കൗൺസിലറുള്ള വാർഡിൽ ഒരു തവണ പോലും വോട്ട് ചോദിക്കാൻ പോകാത്തൊരു വീടുണ്ട്. എനിക്ക് വേണ്ടപ്പെട്ട. പക്ഷെ അന്ന് ഞാൻ അവരെന്നോട് വിഷമം പറഞ്ഞപ്പോഴത്തേക്ക് അവർ BJPക്കാർ അനുഭാവിയാണ്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, രാജീവ് ചന്ദ്രശേഖർജിയുടെ മെയിലിൽ നിങ്ങളിതൊന്ന് പോസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു. അത് അവർ അയച്ചോ ഇല്ലെന്ന് എനിക്കറിയില്ല. മെയിൽ അവർക്ക് ഞാൻ മെയിൽ നമ്പർ തപ്പി കൊടുക്കുകയും ചെയ്തു. അത് അവർ അയച്ചിട്ടുണ്ടാവില്ല. ഞാൻ അതിനെപ്പറ്റി പിന്നെ അതിന്റെ പുറകെ പോയിട്ടില്ല. അങ്ങനെ നിരവധി വീടുകളിൽ ഏറ്റവും കൂടുതൽ വട്ടിയൂർക്കാവിലാണ് ഞാൻ അത് കണ്ടത്, ഏറ്റവും കൂടുതൽ. അപ്പൊ അങ്ങനെ ഒരുപാട് മണ്ഡലങ്ങളിൽ നിലവിലുള്ള കൗൺസിലർമാർ പോലും വേണ്ടത്ര ജാഗ്രതയോടെ പ്രവർത്തിച്ചില്ല. അതിന്റെ ഒരു റിസൾട്ട്. ഇപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒന്നാമത്തെ കാര്യം എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന റീൽസിലാണെന്നേ. നേതാക്കന്മാരെല്ലാം റീൽസ് എടുക്കുന്നതിൽ താല്പര്യപ്പെടുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു സംസ്ഥാന സെക്രട്ടറി വന്നിട്ടുണ്ട്. ഏത് നേരത്തെ നോക്കിയാലും ഫേസ്ബുക്കിൽ റീൽസാണ് സംസ്ഥാന സെക്രട്ടറിയുടെ പണി. ഞാൻ ആളാരെന്ന് പറയുന്നില്ല. ഏതെങ്കിലും ഒരു നേതാവ് വരും, ആ നേതാവിൻ്റെ കൂടെ നടക്കുന്ന പടം, ആ നേതാവിൻ്റെ ഒപ്പം നിൽക്കുന്ന പടം, ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് മാനേജ് ചെയ്യുന്ന പടം. ഈ 90% റീൽസാണ്, പ്രവർത്തനമല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കില്ല. ഇത് ഒരു അധ്യാപകൻ ഒരു കുട്ടി നിന്ന് മൂത്രം ഒഴിക്കുന്നത് കണ്ടിട്ട്
വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അച്ഛൻ പരാതി പറയാൻ അച്ഛനോട് പോവുക, അച്ഛൻ നടന്നു മൂത്രമൊഴിക്കുക. അപ്പൊ ഈ റീൽസിന്റെ കാര്യം പറഞ്ഞാൽ ഇവിടെ ആരാ ഇപ്പൊ റീൽസ് ഇല്ലാത്തത്? സംസ്ഥാന അധ്യക്ഷൻ ഒഴികെ എല്ലാവർക്കും റീൽസ്. സംസ്ഥാന അധ്യക്ഷന് റീൽസ് ഒന്നും ഞാൻ കാണാറില്ല. പിന്നെ എനിക്ക് തോന്നുന്നു അതിന് പിന്നെ സംസ്ഥാന നേതാക്കളിൽ 1-2 പേര് എക്സംഷൻ, ബാക്കി എല്ലാരും റീൽസിൽ അവരെങ്ങനെ നിയന്ത്രിക്കുന്നത്? ഈ റീൽസ് എടുക്കുന്നതിന്റെ ഒരു ദോഷം, അല്ലെങ്കിൽ ഇങ്ങനെ പ്രചരണം നടത്തുന്നതിന്റെ ഉപരിപ്ലവമായ പ്രചരണങ്ങൾക്ക് ദോഷമുണ്ട്. അതെനിക്ക് മനസ്സിലായിട്ടുള്ള ഒരാളാണ്. കാരണം ഞാനത് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ ഇത് നോക്കിക്കാണുന്ന ഒരാളാണ്. ഒരു കാലത്ത് പ്രമോദ് മഹാജൻ നടത്തിയ ഒരു വലിയ വിപ്ലവമുണ്ട്, ഇന്ത്യ ഷൈനിങ്. അതെ, എന്തായി അവസാനം? വീണുപോയി. അപ്പൊ നമ്മൾ ഈ ഇന്ത്യ ഷൈനിങ് എന്നോ അല്ലെങ്കിൽ നമ്മൾ ഷൈൻ ചെയ്യുന്നുണ്ടെന്നോ, അതിന്റെ അർത്ഥം ഒരുപക്ഷെ നമ്മൾ ഷൈൻ ചെയ്യുന്നുണ്ടായിരിക്കാം. ഒരു വലിയ വലിയ 5 സ്റ്റാർ ഹോട്ടലുകൾ എടുക്കുന്നു, അവിടെ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നു. ആരാണ് ക്ലാസ് എടുക്കുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. ഈ കൂട്ടത്തിൽ തന്നെയുള്ള ആൾക്കാരാണ് ക്ലാസ് എടുക്കുന്നത്. അങ്ങനെയല്ല ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു രാഷ്ട്രീയം നടത്തേണ്ടത്. അതിൽ ഏറ്റവും കഴിവുള്ള ആളെ, ഒരു വിഷയത്തിൽ ഏറ്റവും അവഗാഹമുള്ള ആളെ കൊണ്ടുവന്ന് രാഷ്ട്രീയ വിഷയങ്ങളിൽ ക്ലാസ്സുകൾ എടുപ്പിച്ചാൽ അത് ഗുണം ചെയ്യും. ഈ കൂട്ടത്തിൽ തന്നെയുള്ള ആരുടെയെങ്കിലും നോമിനികളായിട്ട് വന്നിട്ടുള്ളവരൊക്കെ എടുക്കുന്ന ക്ലാസ്സുകളെ സംബന്ധിച്ചൊക്കെ എനിക്ക് ഒരുപാട് പല സ്ഥലങ്ങളിൽ നിന്നും പല പ്രവർത്തകരും, ഞാൻ ഈ രാഷ്ട്രീയം നന്നായി ശ്രദ്ധിക്കുന്ന ഒരാളാണ്. എല്ലാ വിഷയങ്ങളും മാധ്യമ പ്രവർത്തക ആയതുകൊണ്ടായിരിക്കും എല്ലാ വിഷയങ്ങളും ഒരുപക്ഷെ എൻ്റെ അടുത്തേക്ക് വരും. പല കാര്യങ്ങളും പല ജില്ലകളിൽ നിന്നും പലരും വിളിച്ച് പരാതി പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പല ജില്ലകളിൽ നിന്ന് ആൾക്കാർ പറയും ഇങ്ങനെയാണ് അങ്ങനെയാണ്, എന്ത് ചെയ്യാനാണ്? ഞാൻ പറയാം എന്ത് ചെയ്യാനാണ്, ഞാനും പറയാം എന്ത് ചെയ്യാനാണ്, നല്ലത് അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് ഞാനും പറയാം പറയുന്നുണ്ട്, അത് നമ്മൾ അറിയുന്നുമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ അത് ഗുണം ചെയ്യുമെന്നുള്ളതും നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞ ശേഷം പറയാം. എനിക്കൊരു വലിയ കാര്യം പറയാനുണ്ട്, അത് ഞാൻ പിന്നീട് പറയും, ഇപ്പോഴല്ല. വലിയ കാര്യം, എന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം എനിക്ക് പറയാം. ഇപ്പോ ഈ കാലഘട്ടത്തിൽ റീൽസോ ഇല്ലെങ്കിൽ മറ്റ് അതായത് സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് വേണ്ട എന്നുള്ള അഭിപ്രായം എനിക്കില്ല. വരട്ടെ, പക്ഷെ അതാണ് സംഘടനാ പ്രവർത്തനം എന്നുള്ളത്. ഞാനും അതന്നെ പറഞ്ഞത്. സോഷ്യൽ മീഡിയ, ഞാനും ഫലപ്രദമായി സോഷ്യൽ മീഡിയ പ്രവർത്തനം എന്ന് ധരിക്കുന്നതാണ് തെറ്റ്. ഞാനും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാളാണ്, സോഷ്യൽ മീഡിയയിൽ ചാനൽ നടത്തുന്ന ആളാണ്, എല്ലാം ആണ്. പക്ഷെ അത് മാത്രമാണ്, ചേട്ടൻ പറഞ്ഞതാണ് ആ പോയിന്റ്, അത് മാത്രമാണ് സംഘടനാ പ്രവർത്തനം എന്ന് ചിന്തിക്കരുത്. നാട്ടിലിറങ്ങി പണി ചെയ്യണം, ആ പണി ചെയ്യണം, ആൾക്കാരുമായി സഹകരിക്കണം, ആൾക്കാരുടെ വിഷയങ്ങളിൽ ഇടപെടണം. ഒരു വിഷയങ്ങളും ഇടപെടുന്നില്ല എന്ന അഭിപ്രായം എനിക്കുണ്ട്. കാരണം കഴിഞ്ഞ ഒരു 6 മാസമായി നടന്ന ഒരുപാട് സ്ത്രീ വിഷയങ്ങൾ കേരളത്തിൽ കഴിഞ്ഞ 6 മാസമായിട്ടുണ്ടായിട്ടുണ്ട്. പ്രക്ഷോഭിൻ്റെ പാലക്കാട് കൗൺസിലർ പ്രക്ഷോഭ്, പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള സമരം, അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു 1-2 സമരം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഈ ഇപ്പോൾ നമ്മുടെ അടുത്ത റീസെന്റ് കൊല്ലത്ത് അപകടത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ അവിടുത്തെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഒരാൾ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട്, നിതിൻ രാജിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട്, ഇത്തരം വിഷയങ്ങളിലൊന്നും സ്ത്രീ സംഘടനകളോ ഒരു സ്ത്രീ സംഘടനയും, BJPയുടെ മാത്രമല്ല ഒരു സ്ത്രീ സംഘടനയും അവരുടെ അഭിപ്രായം പറയുകയോ അവരേതെങ്കിലും തരത്തിൽ പ്രതികരിച്ചോ ഞാൻ കണ്ടിട്ടില്ല. അതല്ല രാഷ്ട്രീയ പ്രവർത്തനം. ഇത്തരം വിഷയങ്ങളിൽ അവർക്ക് സഹായകരമാകുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ലേ പ്രവർത്തകർ നമ്മൾ സാമൂഹികമായ പ്രതിബദ്ധത എന്ന് പറയുമ്പോൾ സാമൂഹികമായിട്ടുള്ള വിഷയങ്ങളിൽ അഭിപ്രായം പറയുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സാമൂഹികമായിട്ടുള്ള നിരവധി ഈ പറഞ്ഞ ശ്രീല എണ്ണിപ്പറഞ്ഞ ഓരോ കാര്യങ്ങളുമുണ്ട്. BJPയുടെ ഒരു നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എല്ലാ പത്രങ്ങളും നോക്കി, എല്ലാ ചാനലും നോക്കി, ഒരു തരത്തിലുള്ള ഈ പറഞ്ഞതുപോലെ ഒരു കാര്യത്തിലും ഒരു ചെറിയ 2 വരി പ്രസ്താവന പോലും ഒരു നേതാക്കളുടെ ഇപ്പൊ എനിക്ക് തോന്നുന്നു നിതിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മനുപ്രസാദ് അവരുടെ വീട്ടിൽ പോവുക എന്തോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ വിഷയത്തിൽ വലിയ ഗുരുതരമായ പ്രശ്നങ്ങളുള്ള കോളേജുകളാണ്, വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങളാണ്. ശ്രീല, ഇന്ന് സാധാരണ മാധ്യമങ്ങളിൽ കേരളത്തിൽ മറ്റെവിടെയെങ്കിലും വേറെ ഏതെങ്കിലും ഒരു കോളേജിലാണ് ഇത് നടന്നതെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇത് സംഭവിച്ചെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? പക്ഷേ ഇന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അഞ്ചരക്കണ്ടി കോളേജ്, ഈ അഞ്ചരക്കണ്ടി കോളേജ് ആരുടെയാ? അഞ്ചരക്കണ്ടി കോളേജിന്റെ മാനേജ്മെന്റ് ആരാ? അഞ്ചരക്കണ്ടി കോളേജിന്റെ മുമ്പ് അവർക്കൊരു കോളേജ് ഉണ്ടായിരുന്നു, അതിന്റെ സ്ഥിതി എന്താ? അപ്പൊ ഈ കാര്യങ്ങളൊന്നും അന്വേഷിക്കുന്നില്ല, അതിന്റെ പിറകെ പോകുന്നില്ല. ആ പേര് ഇന്ന് പൊതുസമൂഹത്തിന് അറിയില്ല. ഐക്യവേദി നേതാക്കന്മാരായ RV ബാബുവോ ശശികലയോ അനിൽ വിളയിലോ മാത്രമാണ് ഈ കാര്യത്തിൽ ഏതെങ്കിലും ഒരു അഭിപ്രായം പറയുന്നത്. ഇപ്പൊ അനിൽ വിളയിലാണ് ആ മോണിക്കയും കുംഭമേളയിലെ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ഓരോ അഭിപ്രായം RV ബാബു വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ അഞ്ചരക്കണ്ടി കോളേജിന് അതിനൊരു നാമധേയമില്ല. ഇപ്പൊ നമ്മൾ പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ഇതിന്റെ പേരിലാണ് അവരുടെ തന്നെയാണ് പൊയിനാച്ചിയിലെ സെഞ്ചുറി മെഡിക്കൽ കോളേജ്.
അവിടെ നിന്നാണ് നിമിഷ ഫാത്തിമ IS പോയത്. ആ കോളേജ് അടച്ചുപൂട്ടി. എന്തിന്റെ പേരിൽ അടച്ചുപൂട്ടി? ഏത് കേസുണ്ടായിട്ട് അടച്ചുപൂട്ടി? എന്തുകൊണ്ടാണ് അത് അടച്ചുപൂട്ടാനുണ്ടായ സാഹചര്യം ഉണ്ടായത്? അവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ട്? അതിന്റെ ഉടമസ്ഥന് കള്ളപ്പണവുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട്, ഭൂമി തരംതിരിക്കലുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട്. ആ കേസുകളുമായി ബന്ധപ്പെട്ടാണെങ്കിൽ വലിയ ഗുരുതരമായ കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അന്ന് തന്നെ നിമിഷ ഫാത്തിമയുടെ അമ്മ ബിന്ദു അന്ന് പറഞ്ഞിരുന്നു, ഈ കോളേജിൽ എന്ത് സംഭവിച്ചാലും ആരും പുറത്തു പറയാൻ വരില്ല എന്ന്. അപ്പോൾ അതിന്റെ പിന്നിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് ബോധ്യമാവുന്നുണ്ട്. പക്ഷേ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ജനൻ TV മാത്രമാണ്, ഞാൻ കണ്ടു കേട്ടോ, നമ്മൾ അത് പറയാതിരിക്കാൻ വയ്യ. ജനൻ TV മാത്രമാണ് ഈ അഞ്ചരക്കണ്ടി കോളേജ് ഒന്ന് മാറ്റിയിട്ട് ആ കോളേജിന്റെ നാമധേയവും പറയും, അതിന്റെ മാനേജ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അവരും അതിനു മുമ്പുള്ള നിമിഷ ഫാത്തിമയുടെ വിഷയം ഇപ്പോഴും ചർച്ച ചെയ്യുന്നില്ല. എന്തുകൊണ്ട് അത് ചർച്ച ചെയ്യുന്നില്ല? ബിന്ദു തയ്യാറാണ് ചർച്ച ചെയ്യാൻ. ആ നിമിഷ ഫാത്തിമ പ്രശ്നം കൊണ്ടുവരണം. ആ കോളേജ് എന്തുകൊണ്ട് അടച്ചുപൂട്ടി? അതിന്റെ തീവ്രവാദ ബന്ധമുണ്ട് എന്നാണ്. കള്ളപ്പണം ഉണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വേറൊരു ലക്ഷ്യം കാണും. തീവ്രവാദ ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. എങ്കിൽ ആ ബന്ധത്തെ പറ്റി ED അന്വേഷിക്കണ്ടേ? അന്വേഷിച്ചിട്ടുണ്ടോ? അതിനെന്ത് നടപടി? മാത്രമല്ല, ഈ 4 ഉടമസ്ഥന്മാരാണുള്ളത്. 4 പേരും ഗൾഫിലാണുള്ളത്. അവർ അവിടെ അവർ തുടങ്ങിയ എല്ലാ സ്ഥാപനങ്ങളും ഒന്നൊന്നായി അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്തുകൊണ്ടാണ്? ഇവർ തുടങ്ങുന്ന എല്ലാ സ്ഥാപനങ്ങളും അവസാനമുള്ള കോളേജാണ് ഈ അഞ്ചരക്കണ്ടിയിലെ പ്രസ്റ്റീജിയസ് ഡെന്റൽ കോളേജ് എന്ന് പറയുന്ന ഈ കോളേജ്. പ്രസ്റ്റീജ് ട്രസ്റ്റിന് കീഴിലുള്ള ഈ കോളേജിനെ അറിഞ്ഞോ അറിയാതെയോ ഇടതുപക്ഷം സഹായിക്കുന്നുണ്ട്. ഉണ്ട്. വലതുപക്ഷവും 300 ഏക്കർ ഭൂമി അവിടെ പിണറായി വിജയന്റെ മണ്ഡലത്തിലാണത്. പിണറായി വിജയന്റെ ധർമ്മടം മണ്ഡലത്തിൽ നിൽക്കുന്ന ഈ കോളേജിൽ 300 ഏക്കർ ഭൂമി അവർ അനധികൃതമായി കൈവശം വെച്ച് 2.5 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ ബിൽഡിംഗ് പണിതിട്ട് അവിടെ അറിഞ്ഞില്ലേ? അറിഞ്ഞിട്ടില്ലേ? ഒന്നുമില്ല. അവിടെ കെട്ടിടം പണിയാൻ ആരാണ് അവർക്ക് അധികാരം കൊടുത്തത്? അവിടെ അവർ വസ്തു തരംതിരിച്ചത്, ഭൂമി വകമാറ്റിയിട്ടുണ്ട്, വസ്തു തരംതിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ വസ്തു വേർതിരിച്ച് വിറ്റിട്ടുണ്ട്. ഒരുപാട് അഴിമതി അതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. ആരും ചോദിക്കാനും പറയാനുമില്ല. സത്യത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ വികസനം മാത്രം പോരല്ലോ, സാമൂഹ്യ വിഷയങ്ങൾ കൂടി BJP ചർച്ച ചെയ്യണ്ടേ? അല്ല, അവിടെയാണ് ഞാൻ പറഞ്ഞത്. അതിൽ ചർച്ച ചെയ്യണമെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയിച്ചേട്ടാ, കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഇന്നല്ലെങ്കിൽ നാളെ ഭരണത്തിൽ വരും. കാലാകാലങ്ങളായി 2 കൂട്ടരെയും സുഖിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. അവർ ചർച്ച ചെയ്യില്ല ഈ വിഷയം. അല്ല, അവർ ചർച്ച ചെയ്യാൻ കഴിയില്ല. അവിടെ ഓൾട്ടർനേറ്റീവ് ആകാൻ BJPക്ക് മാത്രമേ സാധിക്കൂ. അതുകൊണ്ടാണ് ഞാൻ BJP ഇതിൽ അഭിപ്രായം പറയണമെന്ന് ആവശ്യം ഉന്നയിക്കുന്നത്. പക്ഷെ വികസനം എന്ന് പറഞ്ഞ് മാത്രം പോയാൽ നമുക്കിപ്പോ ഏത് ഭൂമിയില് ഏത് കാര്യത്തിനെ പറ്റി ഇപ്പൊ VD സതീശന് അഭിപ്രായം പറയാറുണ്ട്. വിഷുവിന് ശ്രീകൃഷ്ണന്റെ മുമ്പിൽ കുഴിമന്തി വെച്ച ആ പോസ്റ്റർ വന്നതിന് ശേഷം സതീശന്റെയും കോൺഗ്രസിന്റെ നേതാക്കളുടെയും പലരും അഭിപ്രായം ആരാഞ്ഞിരുന്നു. ഒരൊറ്റയാൾ അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഇടതുപക്ഷത്തിന്റെതും അഭിപ്രായം പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു BJP നേതാക്കൾ മാത്രം BJP നേതാക്കളും അഭിപ്രായം പറഞ്ഞിട്ടില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ അത് വ്രണപ്പെട്ടിട്ടുള്ള ഒരു സമൂഹമുണ്ടല്ലോ, ആ സമൂഹം നന്നായി പ്രതികരിച്ചിട്ടുണ്ട്. തീർച്ചയായും ആ സമൂഹം പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കും അതിന് തോന്നുന്നത് എന്താ, ഇതിന് ശക്തമായ പ്രതികരണ ശേഷി വേണം, പ്രതികരിക്കണം, ഈ സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടണം. പക്ഷെ എന്തുകൊണ്ടോ ഈ കാര്യങ്ങളിൽ നമ്മൾ എത്ര മതേതരത്വം പറഞ്ഞാലും സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെട്ട് തന്നെ തീരണം. നമ്മൾ ഈ 4-ാം തീയതി കഴിയുമ്പോൾ ചില വസ്തുതയും കൂടി BJP നേതൃത്വത്തിന് മനസ്സിലാവും. നമ്മളിപ്പോ നിരവധി ക്രൈസ്തവ സഭാ നേതാക്കന്മാരെ സ്ഥാനാർത്ഥികളാക്കിയിട്ടുണ്ട്. ഞാൻ അതിനകത്തൊന്നും മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അടിസ്ഥാനപരമായി നമ്മള് അടിസ്ഥാനം ബേസ് മനസ്സിലാക്കാതെ ആ ബേസ്ലെസ് ആയിട്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായും ഇത്തരം കാര്യങ്ങളെ ഹിന്ദുവിനെ മേക്കിട്ട് കയറുന്നതിനെതിരെ പ്രതികരിക്കാതെയും അത് മിണ്ടാണ്ടിരുന്നാലും നമ്മളിവിടെ മതേതരത്വം ഒന്നും ആകാൻ പോകുന്നില്ല. BJPക്ക് മതേതര മുഖമൊന്നും വരാൻ പോകുന്നില്ല. അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. തെറ്റായ ധാരണയാണ്. പ്രതികരിക്കേണ്ടതിന് പ്രതികരിക്കണം, കേസ് കൊടുക്കേണ്ടതിന് കേസ് കൊടുക്കണം. അത് തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ അതുകൊണ്ടാണല്ലോ മറ്റൊരുത്തൻ അവന്റെ ചെരുപ്പുകടയുടെ പരസ്യം കൊണ്ടുവന്നിട്ട് അത് കഴിഞ്ഞാൽ ഇപ്പൊ നിരവധി വരുന്നുണ്ട്, പലതും വരുന്നുണ്ട്. പക്ഷെ അത് പലരും റിമൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആകെ ഒരു കേസ് എടുത്തപ്പോഴാണ് ഇപ്പൊ ഒരു കേസ് വന്നതിന് ശേഷമാണ് അത് റിമൂവ് ചെയ്തത്. അതിന് ശരിക്കും ആരെയും എന്ന് ഈ പറഞ്ഞതുപോലെ ആ സമൂഹം പ്രതിഷേധവുമായി രംഗത്ത് വന്നപ്പോഴാണ്, സോഷ്യൽ മീഡിയയിൽ ആ വലിയ സമൂഹം പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നപ്പോഴത്തേക്കാണ് അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമായ കാര്യമാണ്. 100% TP സെൻകുമാർ പറയുന്നത് ശരിയാണ്. അദ്ദേഹം അതിന്റെ ശരിയായ വിഷയത്തിലേക്കാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന് വോയിസ് ഇല്ല. അദ്ദേഹം എവിടെയാ പറയേണ്ടത്? അദ്ദേഹത്തിന്റെ വാക്കുകൾ ആരാ ശ്രവിക്കുന്നത്? ഞാൻ നേരിട്ടിട്ടുള്ള ഒരു പ്രശ്നമാണിത്. ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴെങ്കിലും പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് അത് ഫേസ്ബുക്കിൽ ഇടുന്നത്? വേറെ ഏത് പ്ലാറ്റ്ഫോമാണ് പറയാനുള്ളത്? പറഞ്ഞാൽ ആരാണിത് കേൾക്കുക?
ആരാണിത് ഇതിനൊരു തീരുമാനമുണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കേൾക്കാനെങ്കിലും തയ്യാറാകുന്നു എന്നുള്ളൊരു ചിന്ത എനിക്കില്ല കേട്ടോ. അതാണ് ഇടതുപക്ഷവും വലതുപക്ഷവും. ഇടതുപക്ഷം ഫലപ്രദമായി ചെയ്യുന്നുണ്ട്. കേരളത്തിലെ എല്ലാ തരത്തിലുമുള്ള മാധ്യമ പ്രവർത്തകർ, സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ, സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വിളിച്ച് കുറച്ച് പണം കൊടുക്കുന്നതല്ല, ഒരു അഭിപ്രായ രൂപീകരണത്തിനോ അല്ലെങ്കിൽ അഭിപ്രായ രൂപീകരണം വരേണ്ട കാര്യങ്ങളിലോ അവരുമായി ചർച്ച ചെയ്യുന്നതുകൊണ്ട് തെറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഇടതുപക്ഷമൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. ഇടതുപക്ഷം ഇത്തരത്തിലുള്ള ആൾക്കാരുമായി നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെടുകയും അവർക്ക് എവിടെയാണ് പ്രശ്നമെന്ന് ഐഡന്റിഫൈ ചെയ്യുക, അത് തിരുത്തുകയും ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ BJPക്ക് അങ്ങനെയുള്ള സംവിധാനങ്ങളോ ഒന്നുമില്ല. അവർ എങ്ങനെ പോട്ടെ, ഏതായാലും വരുന്ന തെരഞ്ഞെടുപ്പിന്റെ ഈ റിസൾട്ട് വരുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ഒരു ആത്മവിശകലനത്തിന് സാധ്യത ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഞാൻ മനസ്സിലാക്കാൻ എനിക്കും മനസ്സിലാകുന്നത് ശരിക്കും ഒരു ആത്മപരിശോധന നേതൃത്വം നടത്തും എന്ന് തന്നെയാണ്. ശരിക്കും അർഹരായ എന്താണ് ചെയ്യേണ്ടത്, രാഷ്ട്രീയപരമായ ഏത് സ്ട്രാറ്റജിയിലാണ് പോകേണ്ടതെന്ന് തീരുമാനിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ വികസനം മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ വികസനം വേണ്ട എന്നല്ല, വികസനം പറയണം. വികസനത്തോടൊപ്പം തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സാമൂഹ്യമായിട്ടുള്ള ദൈനംദിന ഡേ ടു ഡേ പ്രശ്നങ്ങളിൽ തീർച്ചയായിട്ടും BJP ഇടപെടണം എന്ന് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ റിക്വസ്റ്റ്. അല്ലെങ്കിൽ പാർട്ടിയോട് പറയാനുള്ള ഒരു എളിയ പ്രവർത്തകനായിരുന്ന ആളിൻ്റെ ഒരു അഭ്യർത്ഥന എന്ന് വേണമെങ്കിൽ എടുക്കാം.